ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് മാറ്റർ. മറ്റൊന്നുമല്ല, നമ്മളുടെ സൈനിക പ്രതിരോധ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അത് നമുക്ക് പല വീഡിയോകളും നമ്മൾ പറഞ്ഞാണ്, ഇന്ത്യക്ക് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഇപ്പോൾ നിലവിൽ ഇല്ല, ഇന്ത്യൻ എയർഫോഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ സൈന്യത്തിന് സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇല്ലെന്നും അതുപോലെ തന്നെ ഇന്ത്യ അത് സ്വയം ഉണ്ടാക്കിയെടുക്കാനുള്ള പദ്ധതികളൊക്കെ നമ്മൾ ആവിഷ്കരിച്ച് വരുന്നതേ ഉള്ളൂ. അതൊക്കെ നമ്മൾ സ്വയം നിർമ്മിച്ച് വരുമ്പോഴത്തേക്കും കാലം ഒത്തിരി മുമ്പോട്ട് പോകും. അപ്പോഴത്തേക്ക് നമ്മളുടെ നെയ്ബറിങ് കൺട്രീസ് എന്ന് പറയുന്ന ചൈനയ്ക്ക് വൻതോതിൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിലുണ്ട്. ചൈന അത് പാകിസ്ഥാൻ കൊടുക്കുകയാണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു എന്താ പറയുന്നത്, നമ്മളുടെ സൈനിക ഈ ഇക്വേഷൻ നമുക്കതിൽ ബാലൻസ് ഓഫ് പവറിലൊക്കെ തന്നെ വലിയൊരു മാറ്റം ഇപ്പോൾ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ പക്കൽ നൂറുകണക്കിന്, ഏകദേശം റിപ്പോർട്ടുകൾ ഏകദേശം 500ഓളം സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ അവർക്ക് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഡിപ്ലോയ് മീൻസ് അത് ഓൾറെഡി ഉണ്ടാക്കി നിർമ്മിച്ച അവരുടെ സേനയിലുണ്ട് എന്നുള്ളതാണ്. 2030 ആകുമ്പോഴത്തേക്ക് ഏകദേശം 1000ഓളം സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകൾ അതൊരു വശം. ഇനി ചൈന പാകിസ്ഥാൻ നൽകുകയാണെങ്കിൽ പാകിസ്ഥാൻ ഓൾറെഡി അത് വാങ്ങിക്കുവാൻ അല്ലെങ്കിൽ കിട്ടിയാൽക്കൊള്ളുന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചൈനയും പാകിസ്ഥാൻ തമ്മിൽ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ ഇതിരെ ഒരു തീർപ്പുകൽപ്പായിട്ടില്ല. ഒരുപക്ഷേ ഭാവിയിൽ അത് പാകിസ്ഥാൻ ചൈനയിൽ നിന്നത് പ്രൊക്യൂർ ചെയ്യാനുള്ള സാധ്യത ഉണ്ടാകുമായിരിക്കാം, നമുക്കറിയത്തില്ല. അങ്ങനെയും കിടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതൊരു എന്താണ് പറയുന്നത്, രണ്ട് വശത്തുനിന്നും നമുക്ക് വലിയൊരു ത്രട്ട് അല്ലെങ്കിൽ ഭീഷണി ഉണ്ടാക്കുകയും നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ത്യ തൽക്കാലത്തേക്കെങ്കിലും നമ്മൾ സ്വയം എടുക്കുന്ന ആ ഒരു ടൈം ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ റഷ്യയിൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയുടെ F-35 അല്ലെങ്കിൽ റഷ്യയുടെ Su-57 ഇതൊന്നും വാങ്ങിക്കുന്നതിനെക്കുറിച്ച് പ്ലാനുമില്ല. പൊതുവേ Su-57 കുറിച്ച് പറയുന്നത് അത് ഒരു സ്റ്റെൽത്ത് എന്ന് പറയാൻ സാധിക്കത്തില്ല, പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സുക്കോയുടെ ഒരു അഡ്വാൻസ്ഡ് വേരിയൻ്റാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രംപ് ഓൾറെഡി F-35 ഇന്ത്യക്ക് നൽകാമെന്നുള്ളൊരു സെയിൽസ് പിച്ച് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ അതിനൊന്നും മറുപടി നൽകിയിട്ടില്ല, വാങ്ങിക്കുവോ അല്ലെങ്കിൽ വേണോ അല്ലെങ്കിൽ പരിഗണിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും. അപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇന്ത്യ ഈ റഷ്യയിൽ നിന്നുള്ള സുഖോയുടെ ഒരു വേരിയൻ്റ് ഇവനെ പൊതുവായി വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പം അതിൽ Su-57 ഉൾപ്പെടും. Su-57 പേരെടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ ഒഫീഷ്യലി ആണ് ഇത് റൂൾ ഔട്ട് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് എന്നുവെച്ചാൽ ഇമ്മീഡിയറ്റ് അക്വിസിഷൻ ഓഫ് അഡീഷണൽ ഏതെങ്കിലും റഷ്യൻ്റെ ഈ പറഞ്ഞ സുഖോയ് വേരിയൻ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു ഫൈറ്റർ ജെറ്റ് അല്ലെങ്കിൽ അത് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി തൽക്കാലം നമുക്ക് താല്പര്യമില്ല എന്ന് ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ട് തന്നെ അതിനെ നിരാകരിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ Su-57 എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ആദ്യത്തെ ഓപ്പറേഷണൽ 5th ജനറേഷൻ സ്റ്റെൽത്ത് ഫൈറ്റർ ആണെന്നാണ് പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ പല റിപ്പോർട്ടുകളിൽ അറിയപ്പെടുന്നത് അതിന് പൂർണ്ണമായിട്ടും സ്റ്റെൽത്തിൻ്റെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്റ്റെൽത്തിൻ്റെ ഫീച്ചേഴ്സ് ഒന്നുമില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നും അവർ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓഫേഴ്സ് വരുന്നുണ്ട്. കാരണം ഈ Su-57 കാര്യത്തിൽ എന്നുവെച്ചാൽ ജോയിൻറ്റ് മാനുഫാക്ചറിങ്, അതുപോലെ ടെക്നോളജി ട്രാൻസ്ഫറും ഒക്കെ തന്നെ അവർ പൂർണ്ണമായിട്ട്, എന്നുവെച്ചാൽ ഇന്ത്യയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണ് അത് പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് ഈ Su-57 ഇന്ത്യക്ക് നൽകാം എന്നുള്ളതാണ് റഷ്യയുടെ ഒരു എന്താണ് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു സൈഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം F-35 നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് അമേരിക്കയുമായിട്ട് അത്രയും ലിബറലായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഫ്ലെക്സിബിളായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്നും കിട്ടത്തില്ല എന്നുള്ളത് ഉറപ്പാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ Su-57 റഷ്യ തരാമെന്ന് സമ്മതിച്ചു, അല്ലെങ്കിൽ റഷ്യ പൂർണ്ണമായിട്ടും ടെക്നോളജി ട്രാൻസ്ഫർ ഇവിടെ അതിൻ്റെ ജോയിൻറ്റ് പ്രൊഡക്ഷനും അല്ലെങ്കിൽ ജോയിൻറ്റ് മാനുഫാക്ചറിങ്ങും ഒക്കെ തന്നെ റഷ്യക്ക് താല്പര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിനാണല്ലോ ഈ ഫൈറ്റർ എയർക്രാഫ്റ്റ് അത്യാവശ്യം നല്ലത്. അപ്പോൾ ഈ പ്രൊപ്പോസൽ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഈ ഒരു എന്താണ് പറയുന്നത് അവരുടെ ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് അവർ പരിശോധിക്കുകയും, അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഈ പറഞ്ഞ സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് നിർമ്മിച്ചെടുക്കുന്ന നമ്മുടെ പ്രോജക്റ്റാണ് AMCA എന്ന് പറയുന്നത്, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പദ്ധതികളൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാരംഭഘട്ടം അതെന്ന് വെച്ചാൽ ശരിക്കും അതിൻ്റെ പ്രോജക്റ്റിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അതിൻ്റെ ഇനിഷ്യലായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു ഫിഗർ ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്ലൂ പ്രിൻ്റൊക്കെ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ നിർമ്മിച്ച് നമ്മുടെ സേനയ്ക്ക് അത് ലഭിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരുപക്ഷെ അടുത്ത ദശാബ്ദത്തിൻ്റെ
പകുതിക്ക് മുകളിലേക്ക് നമുക്കൊരു പക്ഷേ കാത്തിരിക്കേണ്ടി വരും. ഒരുപക്ഷെ അടുത്ത ദശാബ്ദത്തോളം നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അപ്പോഴത്തേക്ക് നമുക്ക് തീർച്ചയായിട്ടും ഈ നമ്മളുടെ നെയ്ബർഹുഡിലുണ്ടാകുന്ന ഈ പറഞ്ഞ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് ചൈന പാകിസ്ഥാൻ ഈ കോമ്പിനേഷൻ, ഈ പറഞ്ഞ രണ്ട് ചൈനയ്ക്ക് ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു, പാകിസ്ഥാൻ അവിടെ പ്രൊക്യൂർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടാക്കുന്ന ആ ഒരു ഗ്യാപ്പ്, കേപ്പബിലിറ്റി ഗ്യാപ്പ് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇപ്പോൾ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെതിരെയൊക്കെ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊള്ള എയർ സുപ്പീരിയോറിറ്റിയെ അത് തീർച്ചയായിട്ടും ഒന്ന് പാകിസ്ഥാൻ അനുകൂലമാക്കി എടുക്കാൻ അല്ലെങ്കിൽ ടിൽറ്റ് ചെയ്യാൻ അതൊരു കാരണമാകും തീർച്ചയായിട്ടും. പാകിസ്ഥാൻ ഒത്തിരി മേടിക്കാൻ പോകുന്നില്ല, ഒരു 30 to 40 എയർക്രാഫ്റ്റ് മേടിക്കാനാണ് ഒരു പ്ലാൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഫൈനലൈസേഷൻ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ചൈനയുടെ ഭാഗത്തുനിന്നോ പാകിസ്ഥാൻ മേടിക്കാൻ പോകുന്നോ അല്ലെങ്കിൽ ചൈന അത് കൊടുക്കാൻ പോകുന്നൊന്നും ആയിട്ടില്ല. കാരണം ചൈനയ്ക്കത് പെട്ടെന്ന് ഒരു തീരുമാനം ഒരു പക്ഷേ ഇക്കാര്യത്തിൽ അവർക്കത് എടുക്കാനും സാധിക്കത്തില്ല എന്നുള്ളത്, അത് അവർക്ക് പല തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുണ്ടാക്കും എന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റ് പാകിസ്ഥാന് കൊടുക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കാമെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ Su-57 ഈ നമ്മളുടെ കേപ്പബിലിറ്റി ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു 2-3 സ്ക്വാഡ്രൺസ് Su-57 എങ്കിലും നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കണം എന്നുള്ളതാണ് എയർഫോഴ്സിൻ്റെ ഒരു ഇൻ്ററിം റിപ്പോർട്ട്, അല്ലെങ്കിൽ ഇടക്കാല അവരുടെ ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിന് സമർപ്പിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പാകിസ്ഥാൻ്റെ പക്കൽ ചൈനയുടെ കയ്യിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ സേനയ്ക്ക് ഇത് ലഭിക്കുകയാണെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന ആ ഒരു ബാലൻസ് ഓഫ് പവറിലുള്ള ഒരു ഇംബാലൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ പാകിസ്ഥാൻ്റെ മുകളിലുള്ള എയർ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി സുപ്പീരിയോറിറ്റി അത് തീർച്ചയായിട്ടും അവിടെ ഒരു കോംപ്രമൈസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഡിഫൻസ് സെക്രട്ടറി RK സിംഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ ഇന്ത്യ ഇപ്പോൾ തൽക്കാലം ഈ സുക്കോയ് വേരിയൻ്റൊന്നും വാങ്ങിക്കാൻ അഡീഷണലായിട്ട് വാങ്ങിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. അത് Su-57 കാര്യമൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. സുക്കോയ് വേരിയൻ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തിൽ Su-57 ഉൾപ്പെടും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ റഷ്യയിൽ നിന്നും തൽക്കാലം അത് വാങ്ങിക്കുവാൻ താല്പര്യപ്പെടുന്നില്ലാണ് ഒഫീഷ്യലായിട്ട് തന്നെയുള്ളൊരു ഡിക്ലറേഷൻ. ഒരു പക്ഷേ അത് നമുക്കറിയത്തില്ല, അത് നമ്മളുടെ ഒരു നമ്മളുടെ ഈ ശത്രു രാജ്യങ്ങളെ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാനാകും, അറിയത്തില്ല നമുക്കതിൽ. പക്ഷേ ഒഫീഷ്യലായിട്ട് അങ്ങനെ ഒരു ഡിക്ലറേഷൻ നമ്മുടെ ഡിഫൻസ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പറയുന്നത് ഇന്ത്യക്ക് ഇത് അഡീഷണൽ ഫൈറ്റേഴ്സ് വാങ്ങിക്കുന്നതിലും താല്പര്യം ഈ സുക്കോയുടെ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സുക്കോയ് 30 MKI ഫ്ലീറ്റിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ. അത് റഷ്യയുമായിട്ട് സഹകരിച്ച് കൂടുതൽ ഇതിനകത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് അതിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ താല്പര്യവും. ഒരുപക്ഷേ ഇന്ത്യ ഒരു തീരുമാനമെടുക്കാൻ പോവുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ റഷ്യ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ എത്രത്തോളം റഷ്യയ്ക്ക് അതിനെ ഈ ഇന്ത്യയെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സുക്കോയ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നും നമ്മൾ വാങ്ങിച്ച വളരെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഫൈറ്റർ പ്ലെയിൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സക്സസ് സ്റ്റോറി വളരെ ഇന്ത്യൻ എയർഫോഴ്സിനെ സംബന്ധിച്ച് വളരെ നമുക്ക് ഒരു ക്രെഡിബിളായിട്ടുള്ളൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അത് നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഫ്രണ്ട് ലൈൻ കോമ്പാറ്റ് ഫ്ലീറ്റ് അല്ലെങ്കിൽ സ്ക്വാഡ്രണായിട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിനകത്തിലെ പ്രത്യേകിച്ച് ബ്രഹ്മോസ് മിസൈൽ, ക്രൂയിസ് മിസൈലൊക്കെ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഫൈറ്റിംഗ് കേപ്പബിലിറ്റി ഒക്കെ തന്നെ നമുക്ക് എന്നുവെച്ചാൽ നമ്മുടെ ശത്രു രാജ്യങ്ങളെ പ്രത്യേകിച്ച് പാകിസ്ഥാനെയൊക്കെ തന്നെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അപ്ഗ്രേഡേഷനിൽ കൂടെ അതിൻ്റെ കേപ്പബിലിറ്റി വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നതെന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഡിഫൻസ് സെക്രട്ടറി ഒരു ഇൻ്റർവ്യൂവിനകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാതെ അഡീഷണലായിട്ട് ഈ സുക്കോയുടെ മറ്റേതെങ്കിലും വേരിയൻറ്റ് ഇപ്പോൾ പുതിയതായിട്ടുള്ള ഈ പറഞ്ഞ Su-57 ഉൾപ്പെടെയുള്ള ഏതെങ്കിലും വേരിയൻറ്റ് ഇന്ത്യ വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ വാങ്ങിക്കാനുള്ള സാധ്യതയില്ലെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ഡിഫൻസ് സെക്രട്ടറി എന്ന് പറയുമ്പം നമുക്കറിയാം ഡിഫൻസ് മിനിസ്ട്രിയിലെ ഏറ്റവും ഡിഫൻസ് ടോപ്പ് മോസ്റ്റ് ബ്യൂറോക്രാറ്റാണ് ഡിഫൻസ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഡിഫൻസ് സെക്രട്ടറി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും IAF-ൻ്റെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഈ തൽക്കാലത്തേക്കുള്ള ഈ 5th ജനറേഷൻ ഫൈറ്റേഴ്സ് എന്നുവെച്ചാൽ നമ്മുടെ AMC ഡെവലപ്പ് ചെയ്ത് വരുന്നതിന് മുമ്പ്
ഉള്ള ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള അവരുടെ എയർഫോഴ്സിൻ്റെ ഒരു താല്പര്യത്തിന് ഒരു എന്താണ് തടസ്സം നേരിട്ടിരിക്കുകയാണ് അവർ. ഇത് നമ്മുടെ AMC ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു പക്ഷേ 2030 പകുതിയൊക്കെ, 2030 എന്ന് പറഞ്ഞാൽ അടുത്ത ദശാബ്ദത്തിൻ്റെ 2030 മുതൽ തുടങ്ങുന്ന ദശാബ്ദത്തിൻ്റെ പകുതിയൊക്കെ ആകാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഒന്നും പരിപാടികളൊന്നും ആയിട്ടില്ല, എല്ലാം ഇപ്പോഴും പേപ്പറിൽ തന്നെ ഉള്ളെന്നാണ് നമുക്ക് തോന്നുന്നില്ല, അതാണ് അതിൻ്റെ ഒരു വാസ്തവം. കാരണം അതിൻ്റെ ശരിക്കുള്ള പ്രോജക്റ്റ് പ്രായോഗികമായിട്ടുള്ള തലത്തിലേക്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം ഈ AMC നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റിനകത്തിലെ 3 പ്രൈവറ്റ് കോർപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള 3 കമ്പനികളാണ്. അത് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ്, ലാർസൻ ആൻഡ് ടൂബ്രോ ആൻഡ് ഭാരത് ഫോർജ്. അപ്പോൾ ഇവരെ 5 ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാൻ വേണ്ടിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ഈ എയർക്രാഫ്റ്റിൻ്റെ ഇൻ്റഗ്രേഷനും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടെസ്റ്റിങ്ങിനൊക്കെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആന്ധ്രാപ്രദേശിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രോട്ടോടൈപ്പ് അസംബ്ലി 2027 ഇത് തുടങ്ങത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ 2028 ആകുമ്പോഴത്തേക്ക് പ്രോട്ടോടൈപ്പ് റോൾ ഔട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ 2028-29 ഇടയ്ക്കായിരിക്കും. അപ്പോൾ ടൈം എടുക്കും തീർച്ചയായും. ഇപ്പോൾ 2026 ഏകദേശം പകുതി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 2027, 28, 29 പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ AMC നമ്മുടെ ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് നമ്മുടെ സർവീസിൽ ഓപ്പറേഷനിലാകണമെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ദശാബ്ദത്തിൻ്റെ പകുതികൾ, എന്നുവെച്ചാൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ. പക്ഷേ തടസ്സങ്ങൾ തീർച്ചയായിട്ടും നമുക്കുണ്ടാകുമെന്നറിയാം. കാരണം നമ്മുടെ LCA അതുപോലെ തന്നെ നമ്മളുടെ ഈ തേജസിൻ്റെ കാര്യം നമുക്കറിയാവുന്നതാണ്. അമേരിക്കയിൽ നിന്നൊക്കെയുള്ള ഈ ഫൈറ്റർ ജെറ്റ് എൻജിൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അവരുടെ ജനറൽ ഇലക്ട്രിക്കൽസ് അതുപോലുള്ള കമ്പനിയിൽ നിന്ന്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെയും സ്റ്റെൽത്ത് ജെറ്റ് എൻജിൻസ് നമുക്ക് തീർച്ചയായിട്ടും പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചേ മതിയാകും. അതിലെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പോണൻസും പാർട്സും ഒക്കെ തന്നെ. അപ്പോൾ അതിനകത്തിലെ സപ്ലൈ ചെയിനകത്തിലേക്ക് ഉണ്ടാകുന്ന ഈ പറഞ്ഞ പ്രതിസന്ധികളും സങ്കീർണതകളൊക്കെ തന്നെ നമ്മളുടെ ഈ പ്രോജക്റ്റിനെ, പ്രത്യേകിച്ച് ഇന്ത്യ നിർമ്മിക്കുവാൻ പോകുമ്പോഴും നമുക്കറിയാം നമ്മുടെ രാജ്യം ഏതെല്ലാം രീതിയിലുള്ള പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ നേരിടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത ദശാബ്ദത്തിൻ്റെ പകുതിയോളം എന്ന് പറയുന്നത് നമുക്ക് ഇന്ത്യക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ലെന്നല്ല, നമുക്ക് അത് സാധിക്കത്തില്ലെന്നല്ല. പക്ഷേ നമ്മൾ ഈ നേരിടുന്ന ഈ ആഗോള പ്രശ്നങ്ങളുണ്ടല്ലോ, ജിയോ പൊളിറ്റിക്കൽ പ്രഷേഴ്സ്, സാങ്ഷൻസ്, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള മെല്ലപ്പോക്ക് നയങ്ങൾ, അപ്പോൾ ഇങ്ങനെയൊക്കെ. കാരണം നമ്മളെപ്പോൾ രാജ്യത്തിനെ നമ്മുടെ പ്രോഗ്രസ്സും അല്ലെങ്കിൽ നമ്മുടെ സക്സസ്സും ഒന്നും തീർച്ചയായിട്ടും കാണുവാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അതിനോട് അനുകൂലമല്ലാത്ത രാജ്യം ഒക്കെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് പല വിലങ്ങുതടികൾ സൃഷ്ടിക്കുന്നതുകൊണ്ട് ഈ പ്രോജക്റ്റ് നമ്മൾ ഈ പറയുന്നത് പോലെ എത്ര പെട്ടെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ നേടിയെടുക്കാനോ സാധിക്കത്തില്ല. പക്ഷേ ഇന്ത്യക്ക് അത് സാധ്യമാണ്, പക്ഷേ ടൈം എടുക്കും എന്നുള്ളൊരു. കാരണം ഇന്ത്യ ഒത്തിരി ലേറ്റായിപ്പോയി. കാരണം ഇതൊക്കെ നേരത്തെ ഒരു ദശാബ്ദത്തിന് മുമ്പേ നമ്മളിതൊക്കെ ചെയ്യേണ്ടതായിരുന്നു, ആര് ഭരിച്ചായിരുന്നാലും ശരി. ഈ ഇത്രയും ലേറ്റായിട്ടെങ്കിലും നമ്മൾ ഇതിനു വേണ്ടിയുള്ളൊരു ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു എന്നുള്ളത് തന്നെ നമുക്ക് വളരെ എന്താ പ്രശംസനീയമാണ്. പക്ഷേ ഇനി നമുക്ക് ഈ വെയിറ്റ് ആൻഡ് സീ, കാത്തിരിക്കുക എന്നുള്ളൊരു പരിപാടി സാധ്യമല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അത് ഈ പറഞ്ഞ ഈ സ്റ്റെൽത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട് ഇന്നത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റമാണെന്ന് പറയുന്നുണ്ട്. അതുണ്ടെങ്കിൽ ഭയങ്കര പിന്നെ ജഗപുകയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളിപ്പോൾ ഇറാൻ, ഇസ്രായേൽ / അമേരിക്ക കോൺഫ്ലിക്റ്റിലൊക്കെ തന്നെ ഇന്ന് ലോകത്തിലെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ജെറ്റ് എന്ന് പറഞ്ഞാൽ F-35 ആണ്, US-ൻ്റെ F-35 ആണ്. അപ്പോൾ ഈ F-35 ഒക്കെ തന്നെ വർഷങ്ങളായിട്ട് സാങ്ഷൻസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ടുള്ള ഇറാന് ഈ F-35 ഒക്കെ തന്നെ പരിക്കേൽപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് എത്രയാണെന്ന നമ്പേഴ്സ് നമുക്ക് കൃത്യമായിട്ട് അവൈലബിൾ അല്ല ഇപ്പം തീർച്ചയായിട്ടും. പക്ഷേ തീർച്ചയായിട്ടും F-35 മുതലായിട്ടുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ്, അതുപോലെ ഇസ്രായേലിൻ്റെ ഭാഗത്തുള്ള ഈ പറഞ്ഞ F-35 എത്രത്തോളം ബോംബിട്ട് നശിപ്പിക്കുന്ന ഓക്കെ. പക്ഷേ ഈ പറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഒന്നുകിൽ ഡ്രോൺ കൊണ്ടോ മിസൈൽ കൊണ്ടോ റോക്കറ്റ് കൊണ്ടോ ഒക്കെ അടിച്ചിടുക എന്നുള്ളത് ആണ് അതിൻ്റെ ശരിക്കുള്ള ഒരു ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ F-35 ജെറ്റ് ഈ ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ഡാമേജ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഇപ്പം ഈ സ്റ്റെൽത്തിൻ്റെ
നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന ആ ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളുടെ എനിമിയുടെ പക്കൽ ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിനെയും കൗണ്ടർ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള മെഷേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു അൾട്ടിമേറ്റ് എന്താണ് ഡിറ്ററൻ്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഓക്കെയാണ്. ഈ ഡിഫൻസ് അല്ലെങ്കിൽ സെക്യൂരിറ്റി എക്സ്പേർട്സൊക്കെ പറയുന്നത് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നമുക്കിത് റഡാറിനെ ഒഴിവാക്കി ഇതിന് പറക്കാൻ സാധിക്കും എന്നുള്ളതല്ല. പക്ഷേ ഇതിൻ്റെ അഡ്വാൻസ് സെൻസേഴ്സ്, ഇലക്ട്രോണിക്സ് വാർഫെയർ സിസ്റ്റം, അതുപോലെ ഡാറ്റ ലിങ്ക്സ്, പ്രിസിഷൻ വെപ്പൺസ്, ഇതൊക്കെ തന്നെ ഇതിനെ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഒരു വെപ്പൺ പ്ലാറ്റ്ഫോമായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് വളരെ ഉള്ളത് നമുക്ക് ഏത് രാജ്യത്തിനുണ്ടെങ്കിൽ അത് അവരുടെ സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് എബിലിറ്റിയെ കൂടുതൽ എന്താണ് പറയുന്നത് പലപടി ഉയർത്തുന്ന തരത്തിലുള്ളൊരു അവസ്ഥയായിരിക്കും. അതുകൊണ്ട് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഈ ഇറാൻ അല്ലെങ്കിൽ മറിച്ച് ഏതെങ്കിലും രാജ്യം ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ടു അല്ലെങ്കിൽ അതിനെ ഡാമേജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതിനെ നിരാകരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ പക്കൽ വൻതോതിലുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏകദേശം റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് 350ഓളം J-20 അവരുടെ മൈറ്റി ഡ്രാഗൺ എന്ന് പറയുന്ന സ്റ്റെൽത്ത് ഫൈറ്റേഴ്സ്, അതുപോലെ തന്നെ 500 എയർക്രാഫ്റ്റ് ഉണ്ടെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നത്. അവർ 350ഓളം അവർ ഇൻഡക്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട് സേനയിലേക്ക്. അപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് 500ഓളം അവർ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അവരുടെ പക്കലുണ്ട്. ഈ J-20യുടെ കാര്യമാണ് പറയുന്നത്. ഇത് കൂടാതെ തന്നെ ഈ J-20 കൂടാതെ തന്നെ J-35 ഉണ്ട് അവർക്ക് തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ചൈനീസ് നിർമ്മിതമായിട്ടുള്ള WS-10C അല്ലെങ്കിൽ അതുപോലെ തന്നെ WS-15 എൻജിൻസാണ് ഇതിനകത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ J-20 ഫൈറ്റേഴ്സ് അവർക്ക് കാരണം ചൈനയുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി നമുക്കറിയാം. അപ്പോൾ അവർക്ക് കൂടുതൽ ഇത് നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ളത് കൊണ്ട് അവരുടെ എല്ലാ തിയേറ്റർ കമാൻഡിലും ഇതവർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വെസ്റ്റേൺ തിയേറ്റർ കമാൻഡ്, ഇന്ത്യയെ ഫേസ് ചെയ്യുന്ന വെസ്റ്റേൺ തിയേറ്റർ കമാൻഡിലൊക്കെ അവരിതിനെ ഓൾറെഡി ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ടിബറ്റിലും മറ്റ് ലഡാക്കിലും ഇതുപോലുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ ഇപ്പോൾ അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കറണ്ട് റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ചിട്ട് 2030 അവർക്ക് ഏകദേശം ഈ J-20യുടെ 1000ഓളം സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് അവർക്ക് ഉൽപ്പാദിപ്പിച്ച് അവരുടെ സേനയിൽ ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുപോലെ തന്നെ J-35ൻ്റെ ഫ്ലീറ്റും ഇതും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റാണ് അവരുടെ. അപ്പോൾ അതിനകത്തിലും അവർ തീർച്ചയായിട്ടും ഈ ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ പക്കൽ യാതൊരു സ്റ്റെൽത്തും ഇല്ല, ഒരു സ്റ്റെൽത്ത് പോലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ പല വീഡിയോയിൽ പറഞ്ഞാണ്. അപ്പോൾ ഈ ടെക്നോളജിക്കൽ ഗ്യാപ്പ് ചൈനയുടെ പക്കൽ ഈ സ്റ്റെൽത്ത് ഉള്ളത് നമുക്കില്ലാത്തതും വലിയൊരു കേപ്പബിലിറ്റി ഗ്യാപ്പാണ്, ടെക്നോളജി ഗ്യാപ്പാണ്. അപ്പോൾ നമ്മളുടെ AMCA നമ്മളുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റൊക്കെ തന്നെ ഈ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ചൈന ആയിരക്കണക്കിന് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുകളുള്ള രാജ്യമായിട്ട് മാറും. അറ്റ് ദ സെയിം ടൈം പാകിസ്ഥാന് ഈ പറഞ്ഞ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ചൈനയിൽ നിന്നും അക്വയർ ചെയ്യുകയാണെങ്കിൽ അതും ഉണ്ടാക്കുന്ന ബാലൻസ് ഓഫ് പവർ അല്ലെങ്കിൽ നമ്മളുടെ എയർഫോഴ്സിന് ഇപ്പോൾ നമ്മൾക്കുള്ള നിലവിലുള്ള ഒരു എയർ സുപ്പീരിയറിറ്റിയൊക്കെ തന്നെ അത് ചലഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പാകിസ്ഥാന് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഒന്നുമില്ല. പക്ഷേ അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഈ J-35ൻ്റെ എക്സ്പോർട്ട് വേരിയൻ്റായിട്ടുള്ള J-35A സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി അവർ താല്പര്യപ്പെടുന്നുണ്ട്. ചൈന പക്ഷേ അവർക്ക് നൽകുമോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. അത് ചൈനയ്ക്ക് അങ്ങനെ പെട്ടെന്ന് അതിനെക്കുറിച്ച് തീരുമാനം എടുക്കാൻ സാധിക്കത്തില്ല. കാരണം ഒരു പക്ഷേ ഈ പാകിസ്ഥാൻ ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഈ പറഞ്ഞ പോലെ അവരും 2-3 സ്ക്വാഡ്രൺസ് അറ്റ്ലീസ്റ്റ് 2 സ്ക്വാഡ്രൺസ് എങ്കിലും അവർ ഈ ചൈനയിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അന്നേരം ഏതെങ്കിലും പെട്ടെന്നുള്ളൊരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ. ഒന്നുകിൽ അമേരിക്കയുടെ F-35 അല്ലെങ്കിൽ ഈവൻ റഷ്യയുടെ Su-57 നമ്മൾ വാങ്ങിക്കാൻ തരത്തില്ല. കാരണം അത് നേരത്തെ ഇന്ത്യ റഷ്യയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഇന്ത്യനകത്ത് നിന്നൊക്കെ പിന്മാറിയതാണ്. കാരണം സ്റ്റെൽത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പക്ഷേ അമേരിക്കയെ സമീപിക്കാനും അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് F-35 നമ്മൾ പ്രൊക്യൂർ ചെയ്യാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ചൈനയെ സംബന്ധിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചും വലിയൊരു ത്രട്ടായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് ചൈന ഈ പറഞ്ഞ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് പാകിസ്ഥാന് കൊടുക്കുവോ അല്ലെങ്കിൽ എന്താണ് നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഇതുവരെ ഒരു രൂപരേഖയൊന്നുമില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല എന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ ഏകദേശം 30 മുതൽ 40 എയർക്രാഫ്റ്റ് വരെ ആഡ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനായിരിക്കും ചൈനയിൽ നിന്നും ഈ പറഞ്ഞ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് J-35 മേടിക്കുന്ന ആദ്യത്തെ ഫോറിൻ ഓപ്പറേറ്റർ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് മറ്റ് നെയ്ബേഴ്സൊക്കെ ഉണ്ട്, ബംഗ്ലാദേശ്, നേപ്പാൾ, പിന്നെ ഭൂട്ടാൻ, ശ്രീലങ്ക, ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും തന്നെ സ്റ്റെൽത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. അവരൊന്നും സ്റ്റെൽത്ത് വേണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് ഇതിൽ നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇന്ത്യയുടെ പ്രൈമറി ചലഞ്ച് എന്ന് പറഞ്ഞാൽ ചൈനയാണ്. പിന്നെ പാകിസ്ഥാൻ ഇത് പ്രൊക്യൂർ ചെയ്യുകയാണെങ്കിൽ പാകിസ്ഥാനും നമുക്ക് വലിയൊരു തലവേദനയാകും. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ നമ്മുടെ പക്കൽ ഉള്ള സുഖോയ് 30 MKI ഫ്ലീറ്റിനെ നമ്മൾ മോഡേണൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് സ്റ്റെൽത്ത് വേണം നിർബന്ധമില്ല. ഇപ്പോൾ ഉള്ള ഈ സുഖോയുടെ ഇപ്പോഴത്തെ നമ്മുടെ സ്ക്വാഡ്രൻസിനെ അല്ലെങ്കിൽ ഫ്ലീറ്റിനെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയും അല്ലെങ്കിൽ സിസ്റ്റമൊക്കെ വെച്ച് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഏകദേശം 259 ഈ പറഞ്ഞ സുഖോയ് 30 MKI ഫൈറ്റേഴ്സ് ഇന്ത്യൻ എയർഫോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മളുടെ കോമ്പാറ്റ് ഏവിയേഷൻ കേപ്പബിലിറ്റിയുടെ ഒരു ബാക്ക് ബോൺ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെ കൂടുതൽ നമുക്ക് ഒരു സൂപ്പർ സുഖോയ് അപ്ഗ്രേഡിലേക്ക് നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതും അത്യാവശ്യമാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ഒരു 84 എയർക്രാഫ്റ്റ് ഇതിനകത്തിൽ അതിനുവേണ്ടി എയർഫോഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തിലെ വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഈ റഷ്യയുമായിട്ടുള്ള വിഷയമാണ്. റഷ്യക്കിപ്പം ഈ യുക്രൈനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നുണ്ട്. അവർക്ക് തന്നെ നമുക്കറിയാം, ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫുൾ ഫ്ലെഡ്ജ് വാറിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യത്തിന് തീർച്ചയായിട്ടും ഇതുപോലുള്ള പിന്നെ മറ്റു രാജ്യങ്ങളോട് എക്സ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ ഇതുപോലുള്ള മേഖലകളിൽ സഹായിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മോസ്കോയുടെ അല്ലെങ്കിൽ റഷ്യയുടെ ഇപ്പോഴത്തെ ആ ഒരു ഈ ഇനബിലിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ആക്റ്റീവായിട്ട് ഇത്രയും വലിയ സ്കെയിലിലുള്ള മോഡേണൈസേഷൻ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പിന്നെ ഒരു അവസ്ഥയിലല്ല റഷ്യ ഇപ്പോൾ എന്നുള്ളതാണ് ഒരു വലിയ വിഷയം. അതും ഇന്ത്യ കൂടുതൽ എന്താണ് പറയുക ആശങ്കപ്പെടുത്തുന്നൊരു കാര്യമാണ്. അപ്പം ചൈന അവരുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിൻ്റെ 5th ജനറേഷൻ ഫൈറ്ററിൻ്റെ ഫ്ലീറ്റ് പിന്നെ വളരെ റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുകയും പാകിസ്ഥാൻ ഇത് അക്വയർ ചെയ്യാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള സാധ്യതകൾ ഉള്ളപ്പോൾ നമ്മളുടെ ഈ പറഞ്ഞ ഈ ഏറ്റവും ഈ സുഖോയുടെ നമ്മുടെ എയർഫോഴ്സിൻ്റെ ഏറ്റവും ബാക്ക് ബോൺ ആയിട്ടുള്ള സുഖോയെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കാത്തതൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കുന്നൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്യുമ്പോൾ ഒരു വലിയൊരു കേപ്പബിലിറ്റി ഗ്യാപ്പ് നമുക്ക് നേരിടുന്നുണ്ട്. അപ്പോൾ ആ കേപ്പബിലിറ്റി ഗ്യാപ്പിനെ നമുക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ തീരുമാനമെടുത്ത് ഇതിനൊരു പരിഹാരം കാണുക. ആ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം നമ്മൾ ഒന്നുകിൽ അമേരിക്കയിൽ നിന്ന് ഈ പറഞ്ഞ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് മേടിക്കുക, അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും സുഖോയ് ഈ പറഞ്ഞ 57 മേടിച്ചിട്ട് ആ സ്റ്റെൽത്ത് ഗ്യാപ്പിനെ നമ്മൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് തൽക്കാലം ചെയ്യാനുള്ളത്. അപ്പോൾ ആ ടൈം ഗ്യാപ്പിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ സ്വന്തം പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവുകയും നമുക്കതിനെ സ്പീഡപ്പ് ചെയ്തിട്ട് നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന പ്രതിസന്ധി, പ്രശ്നം അല്ലെങ്കിൽ സങ്കീർണത വളരെ വലുതായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.